പ്രിയമുള്ളവരെ, കൊല്ലം ജില്ലയിലെ താമരക്കുളം എന്ന സ്ഥലത്തെ ശ്രീ മുത്തുമാരി അമ്മൻ ദേവി കോവിലിൽ ഈ വർഷത്തെ അമ്മൻകൊട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന്, അതായത് 2025 ഏപ്രിൽ 18 വെള്ളിയാഴ്ച പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പന്തൽ കാൽനാട്ട് കർമ്മം എന്ന് വച്ചാൽ എന്താണെന്നറിയാമോ? ആദ്യം വലിയ മുള വെട്ടി ചെത്തി വൃത്തിയാക്കുന്നു. അതിൻ്റെ മുകളറ്റത്ത് ഉടയാട ചാർത്തിയ ശേഷം ഭസ്മം, ചന്ദനം, കുങ്കുമം എന്നിവ തൊട്ടുവെക്കുന്നു. ഒരു പട്ട് തുണിയിൽ നവധാന്യങ്ങൾ കിഴികെട്ടി അതും മുളയുടെ മുകളറ്റത്ത് കെട്ടിവെക്കുന്നു. മുളയുടെ ഏറ്റവും മുകളറ്റത്ത് ആലില, മാവില, വേപ്പില എന്നിവ ഒരുമിച്ച് കെട്ടി അലങ്കരിക്കുന്നു. ഈ അലങ്കരിച്ച മുളയാണ് അമ്പലത്തിൻ്റെ മുമ്പിൽ കിഴക്ക് ഭാഗത്തായി സ്ഥാപിക്കുന്നത്. ക്ഷേത്രങ്ങളിലെ കൊടിമരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ മുള സ്ഥാപിക്കുന്നത് അഥവാ നാട്ടുന്നത്. ഈ മുളയ്ക്ക് പന്തൽക്കാൽ എന്നാണ് പറയുക. അത് നാട്ടുന്ന കർമ്മത്തിനാണ് പന്തൽ കാൽനാട്ട് കർമ്മം എന്ന് പറയുന്നത്. ഈ പന്തൽക്കാലിന് മുമ്പിൽ തൂഷനിലയിട്ട് പടുക്ക വെച്ച് കർപ്പൂരം കത്തിച്ച് ദീപാരാധന ചെയ്താണ് ഈ ചടങ്ങ് സമാപിക്കുന്നത്. ഇത് തമിഴ് ആചാര രീതിയാണെന്ന് പറയാം. തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ഉത്സവത്തിനോടനുബന്ധിച്ച് പന്തൽ കാൽനാട്ട് കർമ്മം ചെയ്തു വരുന്നുണ്ട്. പന്തൽ കാൽനാട്ട് കർമ്മം ചെയ്യുന്നത് ശ്രീ മുത്തുമാരി അമ്മൻ കോവിലിലെ ഗുരുസ്വാമിയും കോവിലിലെ ദേവതമാരെ പ്രതിനിധീകരിക്കുന്ന കൊണ്ടാടികൾ അഥവാ ദേവതയുടെ പിണിയാളുകളുമാണ്. ഒരു മണ്ഡലകാലം വ്രതം എടുത്തുകൊണ്ടും കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് ഗുരുസ്വാമിയും കൊണ്ടാടികളും ഉത്സവത്തിലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. പന്തൽ കാൽനാട്ട് കർമ്മം കോവിലിലെ ഉത്സവത്തിന്റെ കൊടിയേറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇന്ന് നമ്മുടെ ശ്രീ മുത്തുമാരി അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കൊടിയേറി. ഇന്നേക്ക് 10ാം ദിവസം അമ്മൻകൊട ആരംഭിക്കുന്നു. അതായത് ഏപ്രിൽ 28 തിങ്കളാഴ്ചയാണ് ഒന്നാം ഉത്സവം. ഉത്സവം മെയ് 2 വെള്ളിയാഴ്ച സമാപിക്കും.